ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അതായത് സ്നേഹത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ശക്തിയുടെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ കൃപയെ ഉജ്ജ്വലിപ്പിക്കണം. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എങ്ങനെയാ നമുക്ക് കിട്ടിയ കൃപയെ ഉജ്ജ്വലിപ്പിക്കുന്നത്? ഞാൻ 2-3 വഴികൾ പറയാം, പെട്ടെന്ന് പറയാം, വേഗം. ഒന്ന്, നമുക്ക് കിട്ടിയ കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കേണ്ടത് ഒന്ന് പ്രാർത്ഥന വഴി. പ്രാർത്ഥന കൂട്ടി 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 കൃപാവരത്തെ ജ്വലിപ്പിക്കാം. 2, കൃപാവരത്തെ ഉജ്ജ്വലിപ്പിക്കാനുള്ള 2ാമത്തെ വഴിയാണ് കുമ്പസാരം വഴി. അത് വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ്. കൂടെ കൂടെ കുമ്പസാരിച്ചാൽ കൃപാവരം ജ്വലിക്കും. കൂടെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ മിനിമം കുമ്പസാരിച്ചാൽ കൃപ